വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ തിരുനാളാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ജഗദീഷിനെ ജഗദീഷാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നല്ല താരനിര തന്നെ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ അനുവാദത്തോടുകൂടി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അത്യാവശ്യമൊക്കെ എന്തെങ്കിലും രസകരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിൽ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഇതേപോലുള്ള പ്രൗഢ ഗംഭീരമായ സദസ്സുകളിൽ ഞാൻ വരുമ്പോൾ ഞാൻ മുമ്പൊക്കെ തുടങ്ങിയിരുന്നത് എന്തെങ്കിലും കോമഡി, അതായത് മുഖചിത്രത്തിലെ ആ ലെവലിൽ നിന്നൊക്കെ മാറി മാർക്കോയിലെ ടോണിക് ഐസക്കായിട്ട് ഞാൻ എത്തി നിൽക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ തന്ന പ്രോത്സാഹനം, അംഗീകാരം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു ക്യാരക്ടർ ആക്ടർ എന്ന നിലയിലേക്ക് എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതിന് എനിക്ക് നിങ്ങളോടെല്ലാം കടപ്പാടുണ്ട്. ഈ വേദി ഒരുക്കി തന്നവരുടെ കൂട്ടത്തില് ഇതിന് വേണ്ട കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹകരണം നൽകിക്കൊണ്ടിരിക്കുന്ന, നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സ്റ്റീഫൻ അച്ഛനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ആദ്യം എൻ്റെ ഒരു പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. റെഡി? പോവുക നീ ഈ അനന്തമാം ജീവിത ഇടറാതെ കാലിടറാതെ ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത ഇടറാതെ കാലിടറാതെ ഇടയ കന്യകെ പോവുക നീ. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പുതിയ പാറ്റേൺ, ഒരു പുതിയ ട്രെൻഡുമായിട്ടാണ് മലയാള സിനിമാ സംഗീതവുമായി അദ്ദേഹം കടന്നു വന്നത്. വെസ്റ്റേൺ മ്യൂസിക്കും ഈസ്റ്റേൺ മ്യൂസിക്കും എങ്ങനെ സമഞ്ജസമായി സമ്മേളിപ്പിച്ച് പ്രേക്ഷകരെയും ശ്രോതാക്കളെയും വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത്
തൻ്റെതായിട്ടുള്ള സ്റ്റാമ്പുള്ള ഒരു സംഗീതവുമായിട്ടാണ് അദ്ദേഹം വേദിയിലേക്ക് വന്നത്, ഈ സിനിമാ സംഗീത രംഗത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പാറ്റേൺ എന്ന് പറയുമ്പോൾ വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള പാത്തോ സോങ്സും അതും അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. നല്ലൊരു ഗായകനാണ്, സംഗീതജ്ഞനാണ്, സംഗീത സംവിധായകനാണ്. മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ്. Ladies and gentlemen, with a round of big applause, please welcome Jazzy Gift. ജാസിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, എൻ്റെ വളരെ ജൂനിയർ ആണെങ്കിലും ഞങ്ങൾ മാരിവാനസ് കോളേജിൽ പഠിച്ചവരാണ്. മാരിവാനസ് കോളേജിന്റെ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഈ വക ഇത്തരം പള്ളികളിലൊക്കെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നത് മാരിവാനസ് കോളേജ്, അന്ന് എൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്ന ഗീവർഗീസ് പണിക്കരച്ചൻ, അതേപോലുള്ള ആ വൈദിക ശ്രേഷ്ഠന്മാര്, അവരൊക്കെ ഞങ്ങൾക്കൊക്കെ നൽകിയ ഒരു സ്നേഹം, പ്രോത്സാഹനം ഒരിക്കലും മറക്കാൻ കഴിയില്ല. മാരിവാനസ് കോളേജ് ഞങ്ങൾക്ക് തന്ന ആ പ്രോത്സാഹനം, അന്നത്തെ അധ്യാപകര്, വൈദിക ശ്രേഷ്ഠരൊക്കെ തന്ന പ്രോത്സാഹനവും അംഗീകാരവുമാണ് ഇതേപോലുള്ള നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഗീതവുമായി എത്തുന്നു. കയ്യടിയോടെ സ്വാഗതം ചെയ്യാം ജാസി ഗിഫ്റ്റ്. എല്ലാവർക്കും നമസ്കാരം, സന്തോഷം. മാറിക സെന്റ് ആന്റണീസ് കത്തോലിക്ക പള്ളിയിൽ വന്നിട്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞ സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളോടൊപ്പം ഫുള്ള് വേണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു തമിഴ് സോങ് ആണ്. Thank you so much for my
പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ എളിയ നമസ്കാരം. ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു ജനക്കൂട്ടം ഇങ്ങനെ കാണുമ്പോൾ ഇത് കടൽ പോലെയാണ്, ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ തരുന്ന ഈ ഒരു ഊർജം നമ്മുടെ പുറകു സൈഡിൽ നമുക്ക് ഗ്രീൻ റൂമിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എനർജിയിൽ തന്നെയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഒരുപാട് സന്തോഷം. എന്തായാലും വിശുദ്ധാത്മാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഈ ഒരു എളിയ കലാകാരനും കൂടി അവസരം തന്നത് നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സർവോപരി ഇമ്മാനുവൽ ചേട്ടനോടും അതുപോലെ തന്നെ പള്ളി വികാരി അച്ഛനോടും ഒരുപാട് സന്തോഷം. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും മറിമായം കാണാറുണ്ടോ? ഉണ്ടോ? വളരെ സന്തോഷം. മറിമായ ഇപ്പൊ 15 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഈ 15 വർഷം ഒരു ചാനലിൽ പ്രോഗ്രാം നിൽക്കുന്നത് അതില് പ്രോഗ്രാം ചെയ്യുന്ന കലാകാരന്മാരുടെ കഴിവ് മാത്രമല്ല, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ പ്രോഗ്രാമിന് പുറകിലുള്ളത് കൊണ്ടാണ് എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിന് വേണ്ടി, ടീമിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതിനുകൂടി ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. ഒരുപാട് സന്തോഷം. എന്തായാലും ഈ സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അപ്പോ ഈ ഒരു സമയത്ത് നമ്മുടെ എൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് ജയദേവ് കരവൂർ ഒട്ടനവധി ചാനൽ പ്രോഗ്രാമിലും അതേപോലെ തന്നെ വിദേശ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ശ്രീ ജയദേവ് കരവൂർ. നമുക്ക് എന്തായാലും ജയദേവിന്റെ 1-2 ഐറ്റംസ് ഉള്ളത് നല്ല മനോഹരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു ആളാണ്. ഇപ്പോ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ശ്രീനിയേട്ടൻ കലയിലെ എന്തൊക്കെയുണ്ടോ അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഡയറക്ടറാണ്, അതിനുപരി നല്ല നടനാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ മരണം വേർപ്പെടൽ നമുക്ക് വളരെയധികം ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദം ഡബ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ 3 ചിത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തത് ജയദേവാണ്. നല്ലൊരു ക്ലാപ്സ് കൊടുക്കണം. എന്തായാലും ജയദേവിന്റെ നമ്മുടെ ശ്രീനേട്ടനെ അനുകരിക്കുന്ന ഈ ഒരു അവസരത്തിൽ അതായിരിക്കും ചെയ്തെന്ന് തോന്നുന്നു. എന്തായാലും ശ്രീനേട്ടനെ അനുകരിക്കുന്ന ആ ഒരു പരിപാടിയോടുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജയദേവ ശബ്ദം. തീർച്ചയായിട്ടും ശ്രീനിവാസൻ എന്ന് പറഞ്ഞ നടൻ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പറഞ്ഞു വെച്ച ചിത്രം എന്ന സിനിമയിലെ ഒരു ഡയലോഗിലേക്കാണ് പോകുന്നത്. അമ്മാമയെ കിടലം കൊള്ളിക്കുന്ന പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനമാണിക്കുറ ഞാനടക്കും. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴി ഓടിച്ചിട്ട് മുട്ടയിക്കുക. പാവം ആ കോഴിയുടെ പരിപ്പടയിൽ കാണും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാം. പാട്ട് പാടുമ്പോൾ കൈയടിക്കോ? മുണക്കിട്ട കോഴി കൂളക്കോഴി കുന്നും ചാരോടിയിലെ വയനാടി. എങ്ങോട്ടായി പോകുന്നത്? നീ കണ്ടോ? വേണ്ട, അതില്ലാതെയും ഞാൻ ഇന്നത്തെ കൊള്ളാം. എന്തായാലും ഇതേപോലെ തന്നെ വളരെ മനോഹരമായിട്ട് പൊളിറ്റീഷ്യൻസിന്റെ ഒരുപാട് പേരുടെ ശബ്ദം നന്നായിട്ട് ചെയ്യാൻ ശേഷിയുള്ള ഒരാളാണ് ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് അങ്ങനൊരു ഐറ്റം കൂടി ഇപ്പൊ നമ്മുടെ അന്നക്കിളി എന്ന പാട്ട് പാടിയ സമയത്ത് ഭയങ്കര വൈബായി മാറി, ഒരു ലെവലിലേക്ക് മാറിയല്ലോ. നമുക്ക് മുഖ്യമന്ത്രി, രാഷ്ട്രീയക്കാരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി വേദിയിൽ എത്തുകയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സാറ് അഭിസംബോധന ചെയ്യാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെയും ഹൃദയം നിറഞ്ഞ തിരുനാൾ ആശംസകൾ തരികയാണ്. എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു പാട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ജാസി ഇവിടെ പാടിയത്. ഏതായിരുന്നു? അതെ, ജില്ലയില് 14 ജില്ല ഭരിക്കുന്ന എനിക്ക് അറിയാൻ മേലാത്ത ഒരു ജില്ലയാണ് ജാസി ഇപ്പോ ഇവിടെ പറഞ്ഞത്.
അത് ഏത് ജില്ലയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പോ എല്ലാവർക്കും എന്റെയും ഹൃദയം നിറഞ്ഞ തിരുനാൾ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അതിമനോഹരമായിട്ട് ചേർന്ന മറ്റൊരു ശിക്ഷണം കൂടിയുണ്ട്. അതെ, നമുക്ക് ഒരു വേദന തന്നുപോയ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സാർ. ഒരു പക്ഷെ നമുക്ക് ഉമ്മൻചാണ്ടി സാറിനെ കൂടി വേദിയിലേക്ക്. നിങ്ങൾ എല്ലാം കാണാൻ സാധിച്ചത് മഹാഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. സത്യം പറഞ്ഞാൽ 3 അടി മണ്ണിന്റെ പേരിലാണ് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതെങ്കിൽ 3 അക്ഷരമുള്ള ഒരു പെണ്ണിന്റെ പേരിലാണ് എന്നെയും ചവിട്ടി താഴ്ത്തിയത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു സംഗീത പരിപാടി ആയതുകൊണ്ട് വേടൻ എഴുതിയ ഒരു വരികൾ എന്റെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. കതിര് തുന്നിയിട്ട കുപ്പായം, അതിൽ കരകൾ വീഴുകില്ല കട്ടായം, കിനാവ് കണ്ടുകൊണ്ട് കൊട്ടാരം, അതിൽ പുതുപ്പള്ളി ഞാൻ തന്നെ രാജാവ്. വേറെ ഒരു രാജാവും ഇല്ല, ഇപ്പൊ ഒരു കുഞ്ഞു രാജാവ് കയറി വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 2 kids only പുതുപ്പള്ളി. സാംസ്കാരിക ഇപ്പൊ നമുക്ക് പത്മഭൂഷൺ അവാർഡ് നേടിയ നമ്മുടെ യെല്ലോപ്പള്ളി സാർ, വെള്ളാപ്പള്ളി സാറ്. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങളുടേത്. അതായത് നമ്മൾ ഈ ട്രാഫിക് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ കുറെ നേരം ഈ ചോപ്പ് ലൈറ്റുകളെ കത്തിക്കിടക്കും, പച്ച ലൈറ്റും കുറെ നേരം കത്തിക്കിടക്കും, മഞ്ഞ മാത്രം പടമെന്ന് പറഞ്ഞ് പോകാം. ഇത് ഞങ്ങളുള്ള ഒരു അവഗണനയാണല്ലോ, യാതൊരു സംശയമില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോ ഈ അവഗണനകൾക്കിടയിൽ ചെറിയൊരു പരിഗണന കിട്ടിയത് ഈ പത്മഭൂഷൺ എനിക്ക് കിട്ടിയപ്പോഴാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന ഒരാള് നമ്മളോട് പറയാ ഇത് നിങ്ങൾ എടുക്കണം, നിങ്ങൾ സ്വീകരിക്കണം പറയുമ്പോ നമുക്ക് തള്ളിക്കളയാൻ പറ്റുക. അതുകൊണ്ട് മാത്രമാണ് അതിനെ കുറിച്ച് പലരും പല രീതിയിലും പല പ്രചരണം നടത്തുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ഐറ്റം കൂടി ഞാൻ എക്സ്ട്രാ ചോദിക്കുകയാണ്. വേറൊന്നല്ല, ഇതൊരു സംഗീത പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സംഗീത പരിപാടിയാകുമ്പോൾ നമുക്ക് മറച്ചു വെക്കാൻ പറ്റാത്ത, ഒഴിവാക്കാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ദാസേട്ടൻ. ദാസേട്ടന്റെ ശബ്ദം മനോഹരമായിട്ട് ചെയ്യാറുണ്ട്. അതും കൂടി ഒന്ന് നമുക്ക് കേൾക്കാം. ദാസേട്ടന്റെ ശബ്ദം. ഈ ഭൂമിയില് വരുവാനും പാടുവാനും സാധിച്ചത് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ, ജഗദീശ്വരന്റെ അനുഗ്രഹമാണ്. എല്ലാ മനുഷ്യരോടും ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നമ്മൾ ആരും ജാതിയുടെയോ മതത്തിന്റെയോ പേരില് കലഹിക്കരുത്. നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നു. അച്ഛനുമായിട്ടുള്ള ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും സർവചരാചരങ്ങൾക്കും നന്മയുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു ക്ലാസ്, നല്ലൊരു ക്ലാസ്. എന്നെക്കുറിച്ചിങ്ങനെ കുറച്ച് ഐറ്റമൊക്കെ അവതരിപ്പിച്ചു. പക്ഷെ ഇക്കയുടെ മറിമായം അല്ലെങ്കിൽ 15 വർഷമായിട്ട് മലയാളികള് സത്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയമാവട്ടെ ആനുകാലിക വിഷയങ്ങൾ എല്ലാം പറഞ്ഞു പോകുന്ന പരിപാടിയാണ് മറിമായം. ഞാൻ ഇത്രയും രാഷ്ട്രീയ താരങ്ങളൊക്കെ അവതരിപ്പിച്ചത് കൊണ്ട് ഈ കേക്ക് രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം അവതരിപ്പിക്കട്ടെ. ഞാൻ എന്തായാലും ഒരു കുഞ്ഞു ക്യാപ്സൂൾ കരുതിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് എൻട്രിക്ക് എന്തായാലും വേണമല്ലോ. അത് രാഷ്ട്രീയക്കാരെ അംഗീകരിക്കാനൊന്നും എനിക്കറിയില്ല, അത് ഇവർ ഇരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. ഞാൻ അറിയുന്ന ആളല്ല, അത് മോശമായി പോകും. അപ്പോ എന്തായാലും ഒരു സറ്റർ ഐറ്റം, രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ട് തന്നെ ഒരു സറ്റർ ഐറ്റം ഞാൻ അവതരിപ്പിക്കാം. ഇത് പല ചാനലിലും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. എന്തായാലും നിങ്ങളുടെ മുഴുവൻ പ്രോത്സാഹനം ഉണ്ടാവണം. വേറൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പട്ടിയെയാണ്. ഈ പട്ടി മോശപ്പെട്ട ഒരു സാമൂഹിക പ്രവർത്തകൻ വളർത്തുന്ന ഒരു പട്ടിയാണ്. ഈ പട്ടിയുടെ പ്രത്യേകത, ഈ പട്ടി മനോഹരമായിട്ട് മിമിക്രി ചെയ്യും. മിമിക്രി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇയാൾ എന്താണോ ചെയ്യുന്നത് അത് മുഴുവൻ ഈ പട്ടി ചെയ്യും. അതായത് രാഷ്ട്രീയ നേതാവ് ചെയ്യുന്ന കാര്യമല്ല ഈ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നത്. ഇദ്ദേഹം എലക്ഷൻ എടുത്തപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഒന്ന് മത്സരിച്ചാലോ. അങ്ങനെ ഇദ്ദേഹം എലക്ഷൻ എടുത്തപ്പോ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്തു. ഇതൊക്കെ ഈ പട്ടി കാണുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കവല പ്രസംഗമാണ് ഈ പട്ടി അംഗീകരിച്ചത്. ഓക്കെ, എന്തായാലും ഈ പട്ടിയിലൂടെ ഈ മോശപ്പെട്ട സാമൂഹിക പ്രവർത്തകനെ അവതരിപ്പിച്ച
ഈ പ്രസംഗം ഒന്ന് നമുക്ക് കേൾക്കാം. തീർച്ചയായും. ഓക്കെ, നമുക്ക് ആ സ്റ്റാർ മൈക്ക് ഒന്ന് വെച്ചാൽ ഹലോ ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. അത് ബുദ്ധിമുട്ടാവും വിജുവിന്റെ കൊടുത്തു. ഹലോ ഹലോ ചെക്ക് 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 ചെക്ക്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ പട്ടിയിലൂടെ അദ്ദേഹം പ്രസംഗിച്ച ആ കവല പ്രസംഗം ഇതൊരു സറ്റയറായിട്ട് മാത്രം എടുക്കാട്ടോ. ഓക്കെ, ഏറ് കൊണ്ടാലും നിർത്തുള്ളൂ. അതുവരെ ഇദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. അങ്ങനെ ഇദ്ദേഹം പ്രസംഗിച്ച് ഇലക്ഷൻ എടുത്തപ്പോ ആളുകളുടെ അടുത്ത് വോട്ട് ചോദിക്കാൻ പോയത് എങ്ങനെയെന്ന് കൂടി ഈ പട്ടി കാണും. തീർച്ചയായിട്ടും. ഈ പട്ടിയിലൂടെ ഇയാൾ വോട്ട് ചോദിക്കാൻ പോയത് എങ്ങനെയാണെന്ന് കാണും. തീർച്ചയായിട്ടും. ഇങ്ങനെ അടി കാലുവരെ നക്കിയിട്ടാണ് വോട്ട് ചോദിച്ചത്. അങ്ങനെ ഇയാൾ ഇങ്ങനെ വോട്ട് ചോദിച്ചുകൊണ്ട് തന്നെ ഈ മോശപ്പെട്ട സാമൂഹ്യ പ്രവർത്തനം ജയിച്ചു. തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ഏത് സാമൂഹ്യ പ്രവർത്തനം ജയിക്കുമല്ലോ. അവർ പിന്നെ രാഷ്ട്രീയം നോക്കുന്ന കാര്യമില്ല, ഒന്നുമില്ല. ഇയാള് ജയിച്ചു. അങ്ങനെ ഇയാള് ജയിച്ചൊരു സ്ഥാനത്ത് എത്തിയപ്പോ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഒരു ആവശ്യമായിട്ട് ചെന്നപ്പോ ഈ പട്ടി എങ്ങനെയാണ് പ്രതികരിച്ചതെന്നുള്ളത് കൂടി നമുക്കിത് കാണാം. ഞാനൊരു ആവശ്യമായിട്ട് നമ്മുടെ ജയിച്ച ആളുകൾക്ക് വന്നു, അദ്ദേഹം പ്രതികരിച്ച എങ്ങനെയാന്ന് ഈ പട്ടിയിലൂടെ കാണാം. ഓക്കെ. സാറേ ഞാനേ എൻ്റെ മകൻ്റെ ഒരു അഡ്മിഷൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്നോടൊന്ന് വരാൻ പറഞ്ഞായിരുന്നേ. അപ്പൊ അതെങ്ങനെയെങ്കിലും ഒന്ന് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ഓക്കെ, എന്തായാലും ഇങ്ങനെയുള്ള ഈ പാവപ്പെട്ട നമ്മളെ കഴുതകളെന്ന് വിളിക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങളോട് ഈ പട്ടിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. എന്നോടൊന്നും തോന്നരുത്, ഗോപി വരച്ചോളാൻ. അപ്പൊ നോക്കി നമ്മുടെ ഏറ്റവും നല്ല പ്രവർത്തകനെ, നല്ല വ്യക്തിത്വത്തിനെയും കൂടി നോക്കിയിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക. അത്രയേ ഉള്ളൂ ഈ സറ്റയർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും നെക്സ്റ്റ് അടുത്ത ലൈവായിട്ട് വരാട്ടോ. ഓക്കെ, താങ്ക് യു. നല്ല സപ്പോർട്ടായിരുന്നു. Cappuccino, coffee and Sophia.
ഇപ്പോ സിനിമയില് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലത്തും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത പുലർത്തുന്ന വേഷങ്ങൾ എനിക്ക് തിരക്കഥാകൃത്തുക്കളും സംവിധായകരും തന്നിട്ടുള്ളപ്പോൾ അത് ഞാൻ എൻ്റെ പരമാവധി എഫേർട്സ് ഇട്ട് ഡയലോഗ്സ് ഒക്കെ ബൈഹാർട്ട് ചെയ്ത് ജി ശങ്കർ പിള്ള സാറിൻ്റെയും വയലാവാസം പിള്ള സാറിൻ്റെയും ഒക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഒരുപാട് എന്താ പറയുക ഡയലോഗ്സ് കാണാതെ പഠിക്കാനുള്ള ഒരു പരിശീലനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി മ്യൂസിക് എന്താണേ സ്ഥലത്തെ പ്രധാന പയ്യൻസിലെ ഡയലോഗ്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുകയാണ്. മ്യൂസിക് അതിനുമുമ്പ് സ്ഥലത്തെ പ്രധാന പയ്യൻസിലെ ഡയലോഗ്സിനുള്ള ഒരു ഹെവി മ്യൂസിക് തരും. ഡയലോഗ് അതിനുശേഷം അടുത്തേക്ക് കിടക്കാം. ഈ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നരേന്ദ്രപ്രസാദ് സാർ എന്റെ ഗുരുവാണ്. ഗുരുവിനോട് കയർത്ത് സംസാരിക്കേണ്ടി വന്ന ഒരു കലാകാരൻ. യഥാർത്ഥ ജീവിതത്തിൽ എന്നെ വേണ്ടത്ര പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ നരേന്ദ്രപ്രസാദ് സാർ. അദ്ദേഹത്തിന്റെ മുന്നിൽ ന്യൂസ് പേപ്പർ ബോയിൽ നിന്നും ആഭ്യന്തര മന്ത്രിയായി മാറുന്ന ഗോപാലകൃഷ്ണ കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിച്ചത്. അതിലെ ഒരു സംഭാഷണം വളരെ മനോഹരമായി സംസാരിച്ചെന്ന് മിസ്റ്റർ നമ്പ്യാർക്ക് തോന്നുന്നുണ്ടാവും. വള്ളിനിക്കറും സ്ലേറ്റുമായി നടക്കുന്ന കാലത്ത് പഴയ കോട്ട മൈതാനത്തിന്റെ മൈക്കിന്റെ ചുവട്ടിൽ ഞാൻ മണിക്കൂറുകളോളം കെട്ടുനിന്നിട്ടുണ്ട്. നിങ്ങളുടെ വെർബൽ ഡയറിയ, വാക്കുകളുടെ അജീർണം. അന്നത് കേട്ട് ഞാൻ ആവേശം കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത് കേൾക്കുമ്പോൾ I am in the least bit tense. I feel like vomiting. I feel like vomiting on your face. You are a third-rate criminal in the cover of a politician, Mr. Nambiar. Thank you so much. ഇവിടെ ഈ വേദിയില് ഈ പരിശുദ്ധമായ ഈ ദേവാലയത്തിന്റെ ഈ അന്തരീക്ഷത്തിൽ എനിക്ക് ഒരു മിനിറ്റ് ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ SP വെങ്കടേഷ് എന്ന അതുല്യ സംഗീത സംവിധായകൻ, അദ്ദേഹത്തോടുള്ള എൻ്റെ വ്യക്തിപരമായ കടപ്പാടെന്ന് പറയുന്നത് എന്നെ ഒരു പിന്നണി ഗായകനാക്കി മാറ്റിയത് KS ചിത്ര എന്ന മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വാനമ്പാടിയോടൊപ്പം ഒരു പാട്ട് പാടാനുള്ള അവസരം ഒരുക്കി തന്നത് SP വെങ്കടേഷ് എന്ന സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ എത്രയോ പാട്ടുകൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്, തമിഴ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്, തെലുങ്ക് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോടുള്ള ആദരവ്, ആദരാഞ്ജലി പ്രകടിപ്പിച്ചുകൊണ്ട് 4 വരി നിങ്ങൾക്കായി ഞാൻ സിനിമയിൽ ആലപിച്ച ആ ഗാനം. കൊക്കും പൂഞ്ചിറകും ഇനി നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് വേണ്ടി ഒരു ഗാനം, ഒരു പഞ്ചാബി സോങ് ആണ്. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നൃത്തം ചെയ്യുക, എന്റേതായിട്ടുള്ള രീതിയിൽ ഞാനും ഡാൻസ് ചെയ്യും. കാരണം ഞാനിത് ആദ്യം ആലോചിച്ചത് അല്പം തണുത്ത പാട്ടാണ്. അത് വേണ്ട, ഇവിടുത്തെ ഓഡിയൻസിന്റെ സപ്പോർട്ട് കണ്ടപ്പോ റിനീഷ് എന്നോട് പറഞ്ഞു, ചേട്ടാ അവരെല്ലാം ചേട്ടന്റെ കുറച്ച് ഇളകിയിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുക. Thank you so much.
ಕಥೆಗಳೇ ಸುಂದರ ತಾಳೆ ಕದ್ದು ತಾಳೆ ಬಿಟ್ಟು ಬಿಟ್ಟಾಳೆ ಸುಂದರ ತಾಳೆ ಕದ್ದು ತಾಳೆ ಬಿಟ್ಟು ಬಿಟ್ಟಾಳೆ Are we gonna dance all this sweat?
അവസരം കൊടുക്കണം പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊരു അവസരം നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? ഒരു അവസരം എത്ര നേരമായി ഞാൻ പൊറുതിൽ നിന്ന് ചോദിക്കണേ, ഇവര് തരുന്നില്ല. അല്ല, ഒരു അവസരം കൊടുക്കാൻ ഇങ്ങോട്ടൊന്ന് പറയും. ചാൻസ് കൊടുക്കണോ? അണ്ടാ നമ്മുടെ ആൾക്കാരാണോ അത്? എന്റെ ഒന്നാമത്തെ സമയം ഇല്ലാത്ത സമയമാണ്. ആയിക്കോട്ടെ. ഇപ്പൊ എന്തിനാണ് കുറെ നേരിട്ട് ഇവിടെ കിടന്ന് ബഹളം? എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്താണ്? ഒന്നുമില്ല. ഇന്നലെ ഞാൻ എന്റെ ഒരു കഥ പറയാം. വാലന്റൈൻസിനെ ഇന്നല്ലോ ഇന്നലെ അപ്പൊ പാട്ടുകാരനായിട്ടുള്ള കൂട്ടുകാരുണ്ട് ജാസ്തി ഗിഫ്റ്റ്. ജാസ്തി ഗിഫ്റ്റ് അല്ല, അത് ഇഷ്ടംപോലെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ആളാണ്. ഇത് ഒരു ഗിഫ്റ്റും കിട്ടാത്ത ഒരുത്തൻ ഓന്റെ കൂട്ടുകാരനാ. അപ്പൊ മൂപ്പർ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക. എന്ത് മെസ്സേജ്? അതെ. അപ്പൊ അവർക്ക് ഇങ്ങനെ കളിയാക്കല്, ഇത് കണ്ടോ ഒറ്റക്ക് എങ്ങനെ നടന്നോ, നമുക്ക് വരുന്ന മെസ്സേജ് കണ്ടോന്നൊക്കെ. ഞാനൊരു കലാകാരനായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കൊരു അവസരം കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം. അടുത്ത പ്രാവശ്യത്തെ എന്റെ മെസ്സേജ് എനിക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അങ്ങനെ വാശി പിടിച്ച് കയറാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ആൾക്കാര് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ, ഒരുപാട് പാട്ടുകാർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇക്ക് എന്താ ശരിക്കും ഇവിടെ അവതരിപ്പിക്കാൻ എന്ത് കഴിവാണ് എനിക്കുള്ളത്? അല്ല, ഞാൻ ഒരു പാട്ടിന്റെ ഒരു അവസരം ചോദിച്ചു വന്നാൽ ഒരു പാട്ട് പാടാൻ അവസരം തന്നാൽ ഒരു പാട്ട് പാടാന്നാണ് പറഞ്ഞത്. ഒറ്റ പാട്ട്, ഒരു പാട്ട് പാടാം. ഒരു പാട്ട്. അല്ല, ഏത് പാട്ടാണ് പറഞ്ഞത്? നിങ്ങൾ പറയുന്ന പാട്ട് ഞാൻ പാടും. ഞാൻ പറയുന്ന പാട്ട് പിന്നെ ഇപ്പൊ നമ്മുടെ അടിപൊളി വൈബല്ലേ, പൊളി മൂഡ്. ആ പൊളി മൂഡിൽ പറ്റിയ ഒരു പാട്ടെന്ന് പറഞ്ഞാല് ഒട്ടകത്തെ. ഒട്ടകത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞത്. റഹ്മാനാണത്. പിന്നല്ലേ, അതെനിക്കറിയില്ല. അത് ശരി, അടിപൊളി പാട്ടാണ്. ആയിക്കോട്ടെ. നമ്മുടെ ആ ഒട്ടകത്തിന്റെ മൂടില്ലേ, ആ ഒരു സംഭവത്തില് ഒന്ന് ഒരു മ്യൂസിക് ഇരുന്നു. ഞാൻ പറഞ്ഞത് തമിഴിലെ ഒട്ടകമാണ്. എന്താ ഈ ചങ്ങായി പറഞ്ഞത്? തമിഴിലും മലയാളത്തിലേക്ക് വേറെ ഒട്ടകണ്ട. എന്റെ പേരെന്താ? ജയദേവ്. തമിഴില മലയാളത്തില ജയദേവ്. അതേമാതിരി തന്നെ ഒട്ടകത്തിനും അതിനും വ്യത്യാസമൊന്നുമില്ല. തമിഴിലും മലയാളത്തിലും വേറെ വേറെ ഒട്ടകണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്റെ പൊന്നിക്ക് ഈ വക ഉടായ്പ നടക്കത്തിന് വേറെ പരിപാടി. എന്തായാലും പാട്ട് വേണ്ട, പാട്ട് വേണ്ട. വേറെ എന്തെങ്കിലും അവതരിപ്പിക്കുമോ? വേറെ എന്താ അവതരിപ്പിക്കുന്നത്? ലഭിക്കുന്നതാണ് ഞാനിപ്പോ ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അറിയോ? പറഞ്ഞു എന്നാ ചെയ്യാം. എന്നാ എങ്ങനെയും ഒരു അവസരം കാട്ടുക, അത്രേ ഉള്ളൂ. പറഞ്ഞു എന്നാ ഞാൻ ചെയ്യാം. നമ്മുടെ തുടരും സിനിമയിലെ ജോർജ് സാറിന്റെ ഡയലോഗ് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചെയ്തോട്ടെ. ഒരു ഡയലോഗ് ഞാനിപ്പോ ചെയ്യാം. അപ്പൊ ആ ഡയലോഗ് കേട്ടിട്ട് അതുപോലെ പറഞ്ഞു കേട്ടോ. തുടരും സിനിമ കണ്ടായിരുന്നോ? തുടരും കണ്ടു. കണ്ടു. ജോർജ് സാറ്. അതെ അല്ലേ? ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ. 36 വർഷമായിട്ട് ഞാൻ പോലീസിലോ ഞാൻ ആ ഡയലോഗാണ് പറഞ്ഞത്. ജോർജ് സാർ പറഞ്ഞ ഡയലോഗാണ്. ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഡയലോഗ് എന്ന് പറഞ്ഞത് പഠിച്ചിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പറയണതാണ്. പക്ഷേ അതിനൊക്കെ എനിക്കൊരു വിതറിച്ചുവിടാൻ സിഗരറ്റില്ലേ? ഒരു സിഗരറ്റ് കൊടുക്കുമ്പോ തൊണ്ടക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. സിഗരറ്റ് അല്ല, റിഗററ്റ്. അതിന്റെ കമ്പനിയുടെ പേരും മാറ്റിപ്പോ അല്ലേ? നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത്? എന്നെ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ജോർജ് സാർ ഇനി നീ കുറച്ച് അറിയാനുണ്ടറിയാ. ഇത് ഞാൻ പറയാനാ? ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല കൈഡി കിട്ടും, മ്യൂസിക്കാരനാവും. എന്റെ പൊന്നെ പോലെ ഈ ജാതി പരിപാടികളൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ ഗംഭീരമായിരിക്കും. അതിന്റെ ലാസ്റ്റ് അത് ഞാൻ ചെയ്യാം. കൈ തന്നെ വെച്ചാൽ മതി, നടക്കൂല. അടുത്ത പാട്ടിലേക്ക് പോകാൻ പോവാണ്. ഒരു പാട്ടിനൊരു അവസരം തന്നൂടെ ഞങ്ങൾക്ക്. നല്ല ഒരു പാട്ട് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു അവസരം കൊടുത്തേക്ക്. ഒരു നല്ലൊരു ശാസ്ത്രീയമായ ഒരു പാട്ട് പാടാൻ പറ്റുമോ? ശാസ്ത്രം മുമ്പ് പറയേണ്ട ശാസ്ത്രസംഗീതം ഒരാളെങ്ങനെയാണ്
അത് പാടിച്ചിട്ട് എടുക്കോ? നീ അതുകൂടെ പാടുവോ? അത് പാടിച്ചിട്ട് എടുക്കോ? ഇല്ല എടുക്കും. അതെനിക്ക് പിടിച്ചോ. മോഹൻലാലിന്റെ പടത്തിലെ മോഹൻലാലിന്റെ ഫാൻസ് ഉണ്ടോ? മോഹൻലാലിന്റെ പടത്തിലെ നല്ലോണം ശ്വാസം കിട്ടുന്നവർക്ക് മാത്രം പാടാൻ പറ്റിയൊരു പാട്ടുണ്ട്, ഹരിമുരളീരവം. ആ പാട്ട് പാടാനുള്ള തയ്യാറാണ് ഞാൻ പറയുന്നത്. മ്യൂസിക് കിട്ടോ? ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയ മോഹനഗാനം മധുമൊയിരാതെ അന്നേ തേടി. ലാലേട്ടൻ ഫാൻസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ലാലേട്ടൻ ഒന്ന് അനുകരിക്കട്ടെ. സ്റ്റീഫൻ നെടുമ്പള്ളി, ലൂസിഫർ എന്ന സിനിമ. ഓക്കെ, സ്പോട്ടപ്പ് ചെയ്യട്ടെ. ഒരു ചെറിയ സമയം ഒരു നമുക്ക് ആ സ്റ്റീഫൻ നെടുമ്പള്ളി നമുക്ക് ആസ്വദിക്കാം. വർമ്മശാല, നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് രാഷ്ട്രീയം എന്നുള്ളതാണ് നമ്മൾ ഈ ജനങ്ങൾക്ക് സൗജന്യമായി വിറ്റ ഏറ്റവും വലിയ കള്ളം. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിൽ. ഇത് വലിയ തിന്മയാണ്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. ഒരൊറ്റ ഡയലോഗ് നമ്മൾക്ക് ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ പൃഥ്വിരാജിന്റെ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ പൃഥ്വിരാജ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. നമുക്കൊന്ന് ആ രംഗം ഒന്ന് ഇടാം. പൃഥ്വിരാജിന്റെ നമുക്ക് പൃഥ്വിരാജിന് ഈ പൊടിയുടെ കരപിടിച്ച് നടന്നാൽ അറബിക്കടൽ അതിൽ എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തു നിർത്തിയാണ് ഇരുവഴിഞ്ഞപ്പോൾ അറബിക്കടൽ എത്തുക തന്നെ ചെയ്യും. ഇരുവഴിഞ്ഞപ്പോൾ അറബിക്കടലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇത് മൊയ്തീന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഈ രംഗം പൃഥ്വിരാജിന് വേണ്ടി ഡബ് ചെയ്യുന്നത് നമ്മുടെ ശ്രീനിവാസൻ ആണെങ്കിൽ എങ്ങനെയാ നോക്കാം. ഒന്നുകൂടെ ഒന്നിടണം. പൃഥ്വിരാജിന് ശബ്ദം നൽകാൻ ശ്രീനിവാസൻ എത്തുകയാണ്. ഈ പുഴുവ് കരപിടിച്ച് നടന്നാൽ അറബിക്കടല അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുന്നു നിർത്തിയാലും ഇരുവഴിഞ്ഞപ്പോൾ അറബിക്കടൽ എത്തുക തന്നെ ചെയ്യും. ഇരുവഴിഞ്ഞപ്പോൾ അറബിക്കടലാണെങ്കിൽ അറബിക്കടൽ അറബിക്കുള്ളതാണ്. ഇത് അറബിയുടെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. താങ്ക് യു സോ മച്ച്. സമയം ഒട്ടും കളയുന്നില്ല. ഇത്ര നേരം പ്രോത്സാഹിപ്പിച്ചതിന് ഒരുപാട് നന്ദി. ലവ് യു ഓൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വളരുന്ന കൊടിനാളാണ്
നടന്നോരും പല പണിക്കുന്നു കയറുന്നേ Thank you so much. പ്രിയമുള്ളവരെ, ഈ പാട്ടും നൃത്തവും ഒക്കെ കണ്ട് 10 വർഷം മുമ്പ് നമ്മളെ വിട്ടുപോയ ഒരു കലാകാരൻ അകലങ്ങളിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. നമുക്കറിയാം, കലാഭവൻ മണി 10 വർഷമായി നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട്. പക്ഷെ ഇന്നും ആ ഓർമ്മകളിലാണ് കലാലോകം ജീവിക്കുന്നത്, സജീവമായ ഓർമ്മകളിൽ. ആ അതുല്യ കലാകാരന് ഒരു പ്രണാമം, ആദരാഞ്ജലി. 4 വരി കലാഭവൻ മണി അനുസ്മരണ സോങ്. കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കുഞ്ചും വളയിട്ട് കൈകൊട്ട് കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കുഞ്ചും വളയിട്ട് കൈകൊട്ട് കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കുഞ്ചും വളയിട്ട് കൈകൊട്ട്
രാജകുമാരൻ. വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടൻ പാട്ട്, അത്തരത്തിലുള്ള രസകരമായ ഒരു പാട്ട് എന്റെ വക. അതിനു മുമ്പ് ഇമാനുവൽ ആൻഡ് ഫാമിലി, ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും യെസ്, ഈ ഇന്നത്തെ പരിപാടികളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ നന്ദി, കൈയടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പൊ യെസ്, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും രസിക്കാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്റെ വക താത്തിനന്ദ 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 ദയനന്ദ താത്തിനന്ദ 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 ദയനന്ദ താത്തിനന്ദ 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 ദയനന്ദ താത്തിനന്ദ 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 ദയനന്ദ കരുകുക ചെറുകുക ചമ്പക ജീരക വിത്തല്ല പരിപാകുന്നേ കരുകുക ചെറുകുക ചമ്പക ജീരക വിത്തല്ല പരിപാകുന്നേ മറ്റപുതരും താപരിച്ചതും കറികരച്ചതും നീയപ്പറ്റുതരും നീയറിഞ്ഞോടി തന്നി പാമ്പ് വരപ്പിൽ വര തலை തിരിക്കോടിനോ പണങ്കായി മണ്ടിയിൽ പശുമാറ്റു തൊഴിലത്തെ சுற்றி வந்த பம்பாய்க்கு போனதாக சொல்லினோம். அடடா வசந்தம், அதுதான் வசந்தம். மீண்டும் வந்த காலம் வந்து மழையாக மாற்றுமானோ பேபே ஜோஜியவாவே அன்னதன ராஜா கவுனி சாயா மதுருபா. I can never stop this feeling of the Raja. Come on. Yeah.
നടന്നു